അപ്പോൾ നമുക്കിന്ന് ഓട്ടോമൊബൈലിലെ എമിഷൻ കൺട്രോൾ സിസ്റ്റം ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ കളർലെസ്, ഓഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഹൈലി ടോക്സിക് ഗ്യാസ്? ഏത് ഗ്യാസ് ആണ് നിറമില്ലാത്ത, അതുപോലെ മണമില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത, പക്ഷെ നല്ലോണം വിഷാംശമുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ, അതുപോലെ സൾഫറിന്റെ ഓക്സൈഡുകൾ അല്ലേ. നമുക്ക് CO2 നമുക്കറിയാം, അതിന്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഹൈലി ടോക്സിക് അല്ല നമുക്കറിയാം. അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് അതൊരു റെഡിഷ് ബ്രൗൺ കളറുള്ള ഒരു ഗ്യാസ് ആണ്, പക്ഷെ അത് വിഷവാതകമാണ്. നൈട്രജന്റെ ഓക്സൈഡുകൾ കളർലെസ് ആണ്, ഓതർലെസ് ആണ്, വിഷവാതകമാണ്. പക്ഷെ ഇതിൽ ഏറ്റവും മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. CO എന്ന് പറയുന്നത് ഒരു കളർലെസ് ആണ്, ഓതർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ് ആൻഡ് ഹൈലി ടോക്സിക് ഗ്യാസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. രണ്ടാമത്തെ, വാട്ട് ഈസ് ദി അക്കോർഡിംഗ് ഫോർ EGR ഇൻ എമിഷൻ കൺട്രോൾ സിസ്റ്റം? EGR എന്നുള്ളതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ EGR എന്തിനാണ് സൂചിപ്പിക്കുന്നത്? EGR എന്ന എഞ്ചിൻ ഗ്യാസ് റീസർക്കുലേഷൻ ആണോ, എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ആണോ, എക്സ്ഹോസ്റ്റ് ഗേറ്റ് റെഗുലേറ്റർ ആണോ, എമിഷൻ ഗ്യാസ് റീസർക്കുലേഷൻ ആണോ? ഇവിടെ എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഓപ്ഷൻ ഡി എടുക്കരുത്. ഇതിന്റെ EGR എന്ന് പറയുന്നത് എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ആണ്. എക്സ്ഹോസ്റ്റ് ഗ്യാസിനെ ഒന്നുകൂടി നമുക്ക് ഇൻലെറ്റിലേക്ക് ഇൻടേക്കിലേക്ക് കൊടുത്തിട്ട് ഒന്നുകൂടി അതിനെ ബേൺ ചെയ്യുന്ന പ്രോസസ് ആണ് എന്നാണ് EGR ഉദ്ദേശിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഹൈഡ്രോ കാർബൺ, വിച്ച് അല്ല കേട്ടോ, എവിടെ നിന്നാണ് വേറൊന്നാണ്, ഹൈഡ്രോ കാർബൺ എമിറ്റഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ അഭാവം മൂലം ഹൈഡ്രോ കാർബൺ എവിടെ നിന്നാണ് എമിഷൻ നടക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് ഫ്രം ഫ്യൂൽ ടാങ്ക്, ഫ്രം കാർബറേറ്റർ, ബ്ലോ ബൈ ആൻഡ് ക്രാങ്കേസ്, ഫ്രം എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്കറിയാം, എയും ബിയും നമുക്കറിയാം. ഫ്യൂൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നും ഓക്സിജന്റെ അഭാവം മൂലമല്ല അല്ലെ, ഓക്സിജന്റെ അഭാവം മൂലമല്ല എന്ത് ചെയ്യുന്നത്, കാർബറേറ്ററിൽ നിന്നും ഫ്യൂൽ ടാങ്കിൽ നിന്നും വേപ്പറൈസ് ആയി പോകുന്നത് അല്ലെ. ഇവാപറേറ്റീവ് എമിഷൻ ആണ് അവിടെ നടക്കുന്നത്. ഫ്യൂൽ ടാങ്കിൽ കാർബറേറ്ററും ഇവാപറേറ്റീവ് എമിഷൻ ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എയും ബിയും തെറ്റാണ്. ഇനി ക്രാങ്കേസിലേക്ക് എങ്ങനെയാണ് അത് പോകുന്നത്? അത് ലീക്കായി പോവല്ലേ, അത് ഓക്സിജന്റെ അഭാവം മൂലമാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിലേക്ക് നമ്മുടെ കമ്പസ്റ്റന്റെ അവസാനം ഈ കമ്പസ്റ്റൻ പ്രോസസ്സിൽ ഓക്സിജൻ ഇല്ലാതെ ആയി വരുമ്പോൾ കുറെ ഹൈഡ്രോ കാർബൺ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അത് നേരെ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കാണ് പോവുക. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, വിച്ച് എമിഷൻ റിയാക്ട് വിത്ത് അതർ കമ്പോണന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ടു പ്രൊഡ്യൂസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്? നമ്മുടെ ഡൽഹിയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ആ ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ആ മൂടൽമഞ്ഞിന്, ആ കെമിക്കലായിട്ട് ഉണ്ടാവുന്ന മൂടൽമഞ്ഞിന് കാരണമായിട്ടുണ്ടാവുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എമിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, CO ഉണ്ട്, CO2 ഉണ്ട്, അതുപോലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, PM ഉണ്ട്, സൾഫറിന്റെ ഓക്സൈഡുകൾ ഉണ്ട്, നൈട്രജന്റെ ഓക്സൈഡുകൾ ഉണ്ട്. ഇതിൽ ഏത് കമ്പോണന്റ് ആണ് ബാക്കിയുള്ളവയുമായി ചേർന്നിട്ട് ഒരു മൂടൽമഞ്ഞ് കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്? ഏത് കമ്പോണന്റ് ആണ്? ഓപ്ഷൻസ് എ CO, ഹൈഡ്രോ കാർബൺ, പാർട്ടിക്കുലേറ്റ് മാറ്റർ, സൾഫറിന്റെ ഓക്സൈഡുകൾ. ഏതാണ്? ഹൈഡ്രോ കാർബൺ ആണ് ബാക്കിയുള്ളവയുമായിട്ട് ചേർന്നിട്ട് ഒരു ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത് അല്ലെ. ഇനി വിച്ച് ടൈപ്പ് ഓഫ് എഞ്ചിൻ യൂസസ് SCR ഫോർ എമിഷൻ കൺട്രോൾ സിസ്റ്റം? ഏത് തരം എഞ്ചിനാണ് SCR ഉപയോഗിച്ച് എമിഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. SCR എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്ന് പറയുന്നത് സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ ആണ് SCR. ഇത് ഡീസൽ എഞ്ചിനിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് ഡീസൽ എഞ്ചിനിലാണ് നമ്മൾ SCR ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് NOx ന്റെ റിഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഡീസൽ എഞ്ചിൻ ആണ് ഉത്തരം. ഇനി നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് എമിഷൻ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ബ്ലോ ബൈ ഗ്യാസസ് ആർ ഫീഡ് ഇൻ ടു ദി ഇൻലെറ്റ് മാനിഫോൾഡ് ഓഫ് എ റണ്ണിങ് എഞ്ചിൻ? ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനിലെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കത്തിക്കഴിഞ്ഞ ഗ്യാസിനെ വീണ്ടും ഇട്ട് കൊടുക്കുന്നതിനെ, വീണ്ടും ഫീഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? അങ്ങനത്തെ എമിഷൻ കൺട്രോൾ നമ്മൾ എന്താണ് വിളിക്കുക? ഓപ്ഷൻസ് ഡി എന്ന് പറയുന്നത് കാറ്റലിക് കൺവേർഷൻ ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ ആണോ, ക്രാങ്ക് കേസ് വെന്റിലേഷൻ ആണോ, എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ആണോ? എന്താണ് ബ്ലോ ബൈ ഗ്യാസസ്? ഈ ചോദ്യം നോക്കണം. ഈ
ഒരു ബ്ലോ ബൈ ഗ്യാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ ആണ് അല്ലെ. ഈ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നമുക്ക് ഡൗട്ട് വരും. ഓപ്ഷൻ ബി നമുക്ക് എന്ത് വരും ഡൗട്ട് വരും. കാരണം എന്താ, അതും നമ്മൾ റീസർക്കുലേഷൻ തന്നെ അല്ലേ. അതും നമ്മൾ എന്താണ് എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും പിടിച്ച് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതല്ല ഉത്തരം. ഓപ്ഷൻ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ ആണ്. കാരണം എന്താ, ബ്ലോ ബൈ ഗ്യാസിനെയാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും വിട്ടു കൊടുക്കുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിലേക്കാണ്. ഓക്കെ ആണോ. ബ്ലോ ബൈ ഗ്യാസിനെ വീണ്ടും വിട്ടു കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ PCV എന്ന് വിളിക്കും. എന്നാൽ എക്സ്ഹോസ്റ്റ് ഗ്യാസിനെ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, EGR എന്ന് വിളിക്കും. ഓക്കെ ആണോ. ഒന്നിൽ ബ്ലോ ബൈ ഗ്യാസ് ആണ്, ഒന്നിൽ എക്സോസ്റ്റ് ഗ്യാസ് ആണ്. ഈ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലോ ബൈ ഗ്യാസസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ ആണോ. ബ്ലോ ബൈ ഗ്യാസ് ആട്ടോ. ബ്ലോ ബൈ ഗ്യാസസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ നൈട്രജൻ ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, CO2 ആണോ, ഹൈഡ്രോ കാർബൺ ആണോ. ഈ CO ഒക്കെ എന്താ നമ്മുടെ ഓക്സിജന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതല്ലേ. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ബ്ലോ ബൈ ഗ്യാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്, ഹൈഡ്രോ കാർബൺ ആണ്. ചോദ്യത്തിൽ എന്തുണ്ട്, മേജർ എന്നുണ്ട് കേട്ടാ. എല്ലാ ആൾക്കാരും ഉണ്ടാവും, പക്ഷെ മേജർ കമ്പോണന്റ് ആയിട്ട് ആരാ ഉണ്ടാവുക, ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ HC ആണ് ഉണ്ടാവുക. ഓക്കെ ആണോ. ബ്ലോ ബൈ ഗ്യാസിലാട്ടോ. വിച്ച് ഡിവൈസ് ചേഞ്ചസ് കാർബൺ മോണോക്സൈഡ് ഇൻറ്റു കാർബൺ ഡയോക്സൈഡ് ഇൻ ദി എക്സ്ഹോസ്റ്റ് ഗ്യാസ്. കാർബൺ മോണോക്സൈഡിനെ വിച്ച് ഡിവൈസ്, ഏത് ഡിവൈസ് ആണ് കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നത്, എവിടെ, ഇൻ ദി എക്സ്പോസ്ഡ് ഗ്യാസസിലെ. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് ഹൈലി ടോക്സിക് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഹൈ ടോക്സിക് ആണെന്ന് നമുക്കറിയാം. കാർബൺ ഡയോക്സൈഡ് എന്താണ്, അത്രത്തോളം തന്നെ ടോക്സിക് ഇല്ലാത്തൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ, ലെസ് ആണ്. അപ്പൊ ഈ ഹൈ ടോക്സിക്കിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്, എക്സോസ്റ്റ് ഗ്യാസിൽ എന്താ ഉപയോഗിക്കുക. നമുക്കറിയാം CO കുറച്ചും കൂടി കത്തിച്ചാല്, ഒരു ഓക്സിജനുമായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, CO2 ആവൂലേ, CO2 ആവൂലേ. ഓക്കെ അല്ലേ. അപ്പൊ കാർബൺ മോണോക്സൈഡിനെ ഒന്നുകൂടി കത്തിച്ചാൽ എന്താവും, CO2 ആവൂലേ. അത് ഏതിന്റെ സാന്നിധ്യത്തിൽ കത്തിക്കണം, വെറുതെ കത്തുവോ. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യണം, ഒന്നുകൂടി സ്പീഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം, കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കണ്ടേ. കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കണം അല്ലെ. ആ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, കാറ്റലിറ്റിക് കൺവേർട്ടറിലാണ് അല്ലെ. ആ കാറ്റലിറ്റിക് കൺവേർട്ടർ ആണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം. ഓക്കെ ആണോ. അപ്പോൾ വിച്ച് ഡിവൈസ് ചേഞ്ചസ് കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നത്, എക്സോസ്റ്റ് ഗ്യാസിൽ ആരാണ് ആക്കി മാറ്റുന്നത്, കാറ്റലിറ്റിക് കൺവേർട്ടർ ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കെമിക്കൽ റിയാക്ഷനെ അതിൽ നേരിട്ട് ഇടപെടാതെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന അതിനെ നമ്മൾ എന്ത് വിളിക്കും, കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ. വേർ ഇസ് കണക്റ്റഡ് ദി ഇവാപ് കാനിസ്റ്റർ ഔട്ട്ലെറ്റ്. ഇവാപ് കാനിസ്റ്ററിന്റെ ഔട്ട്ലെറ്റ് എവിടെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാ ചോദ്യം. ഇമ്പോർട്ടന്റ് ആണ്. ഇവാപ് കാനിസ്റ്റർ നമ്മൾ പഠിച്ചതല്ലേ. ഇവാപ് കാനിസ്റ്ററിന്റെ ഔട്ട്ലെറ്റ്, ഇവാപ് കാനിസ്റ്റർ എവിടെ ഉപയോഗിക്കുക, ഇവാപറേറ്റീവ് ആയിട്ടുള്ള നമ്മളെ കാർബറേറ്റർ എന്നും അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിൽ നിന്നും വേപ്പറൈസ് ചെയ്ത് പോയിരുന്ന ഇവാപറേറ്റീവ് ആയിട്ട് പോകുന്ന എമിഷൻസ് എലമെന്റിനെ, ഹൈഡ്രോ കാർബണിലെ നമ്മളൊരു ചാർക്കോൾ ഉണ്ടല്ലോ, ചാർക്കോളിന്റെ ടാങ്കിയിൽ ഒരു കാനിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. എന്നിട്ട് അതിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും, നമ്മൾ അതിനെ വീണ്ടും കത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻലെറ്റ് മാനിഫോൾഡിലേക്കാണ് കൊടുക്കുക അല്ലെ. അപ്പൊ അതിന്റെ ഔട്ട്ലെറ്റ് എങ്ങോട്ടാ കൊടുക്കുക, ഇൻലെറ്റ് മാനിഫോൾഡിലേക്കാണ് കൊടുക്കുക. ഓക്കെ ആണോ. ഫ്യൂൽ ടാങ്കിലേക്ക് ഏതാ, അതിന്റെ ഇൻലെറ്റ് അല്ലേ, മാറിപ്പോകരുത്. ഇതിന്റെ ഇൻലെറ്റ് ഫ്യൂൽ ടാങ്ക് നിന്ന് കാർബറേറ്റർ എന്ത് ചെയ്യും, അതിന്റെ ഇൻലെറ്റ് ആണ് കൊടുക്കുക. ഓക്കെ ആണോ. എക്സോസ്റ്റ് മാനിഫോൾഡ് അല്ല, കാറ്റലിറ്റിക് കൺവേർട്ടർ അല്ല. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ഇവാപ് കാനിസ്റ്റർ. നമ്മളിപ്പം നോക്കിയിട്ടുള്ളൂ എന്താണ് ഇവാപ് കാനിസ്റ്ററിന്റെ പർപ്പസ്, എന്താണ്, ഫ്യൂൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നും ചൂട് കാരണം ഇവാപറേറ്റ് ചെയ്ത് പോണ ഫ്യൂവലിന്റെ വേപ്പറുകളെ ട്രാപ്പ് ചെയ്ത് പിടിക്കില്ല അവർ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നിന്നാണ് ടു ട്രാപ്പ് ദി എക്സോസ്റ്റ് ഗ്യാസ് ആണോ, അല്ല. ടു ട്രാപ്പ് ഫ്രഷ് ചാർജ് ആണോ, അതിന്റെ ആവശ്യം നമുക്കില്ല. ടു ട്രാപ്പ് ദി ലീക്ക് ഓഫ് ദി ഫ്യൂവൽ, അത് ഇച്ചിരി ഡൗട്ട് ആണല്ലേ. ലീക്കായി പോണ ഫ്യൂവലിനെ, ലീക്കായി പോണതാണോ, അല്ലല്ലോ. നമ്മൾ ഇവാപറേറ്റ് ചെയ്ത് ചൂട് കാരണം വേപ്പറൈസ് ആയി പോണേന്നല്ലേ. അപ്പൊ ഇത് ലാസ്റ്റ് ഓപ്ഷൻ നോക്കി നോക്കൂ, ടു ട്രാപ്പ് ദി ഫ്യൂവൽ വേപ്പർ അല്ലേ. ഫ്യൂവൽ വേപ്പറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഡൗട്ട് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ ഉത്തരമല്ല. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഡസ് EPA refers to environment. EPA എന്ന് പറയുന്നത്
എന്താണ് ഉദ്ദേശിക്കുന്നത്? EPA എന്ന് പറയുമ്പോൾ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. EPA നമ്മുടെ എമിഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആണ്. ഇനി when does a first charge escape from the petrol engine exhaust? നെക്സ്റ്റ് ചോദ്യമാണ്, അടുത്ത ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when does, എപ്പോഴാണ് ഫസ്റ്റ് ചാർജ് എസ്കേപ്പ് ഫ്രം പെട്രോൾ എഞ്ചിൻ എക്സോസ്റ്റ്? പെട്രോൾ എഞ്ചിനിന്റെ എക്സോസ്റ്റിലൂടെ ഫ്രഷ് ആയിട്ട് പുതിയ ചാർജ് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുക? നമുക്കറിയാം, സ്കാവെഞ്ചിങ് എന്നുള്ള പ്രോസസ് നമുക്കറിയാലേ. 2 സ്ട്രോക്ക് എഞ്ചിനിൽ സ്കാവെഞ്ചിങ്ങിന്റെ ടൈമിൽ എന്ത് ചെയ്യും? ഒരുപാട് ഫ്രഷ് ചാർജ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സോസിനെ പെട്ടെന്ന് തള്ളി വിടാൻ വേണ്ടി നോക്കുക. അതെന്താണ്? നമുക്ക് ഒരു ലീക്കേജ് അല്ലേ? അപ്പൊ സ്കാവെഞ്ചിന്റെ ടൈമിലാണ് എന്ത് ചെയ്യുക? എസ്കേപ്പ് ആവുക ഫസ്റ്റ് ചാർജ് കേട്ടോ. Which is the proposed date of implementation of Bharat Stage 5 in entire country? BS5 രാജ്യത്ത് ഉടനീളം എപ്പോഴാണ് കൊണ്ടുവന്നത്? 2018 അല്ല, 2019 അല്ല, 2020 ഏപ്രിൽ 1 കേട്ടോ. 2020 ഏപ്രിൽ 1. ഇതെല്ലാം നമുക്ക് ഓപ്ഷൻസ് പെട്ടെന്ന് വേസ്റ്റ് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് ചോദ്യം, ഇവാപ്പറേറ്റ് എമിഷൻ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്യൂൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നും എന്താണ് ഇവാപ്പറേറ്റ് എമിഷനായിട്ട് 20% പോകുന്നുണ്ട്. എക്സോസ്റ്റ് ഗ്യാസിലൂടെ ഇത്രയും ഐറ്റംസ് പോകുന്നുണ്ട്. ബ്ലോ ബൈ ഗ്യാസിലൂടെ വെറും ഹൈഡ്രോ കാർബൺ മാത്രമാണ് കേട്ടോ. മെയിൻ ആയിട്ട് മേജർ കമ്പോണന്റ് ആയിട്ട് എന്തുള്ളൂ? ഹൈഡ്രോ കാർബൺ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഇവാപ്പറേറ്റീവ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഫ്യൂൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നും ഫ്യൂൽ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് പോകണമെന്ന് വിളിക്കും, ഇവാപ്പറേറ്റീവ് എമിഷൻ വിളിക്കുന്നു. എക്സോസ്റ്റ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സോസ്റ്റ് ഗ്യാസിലൂടെ ഈ പൊല്യൂട്ടന്റ് പോണതിന് നമ്മൾ എന്തിക്കും? എക്സോസ്റ്റ് എമിഷൻ വിളിക്കും. ഓക്കെ ആണോ? ഇനി എമിഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എമിഷൻ നോംസിന്റെ കാര്യങ്ങളാണ്. നമുക്ക് ഈ വിഷാംശങ്ങളൊക്കെ നമുക്ക് ലീക്കായി പോകുമ്പോൾ നമുക്ക് ഒരുപാട് ശ്വാസ സംബന്ധമായ അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരും. അങ്ങനെ ഒരുപാട് ആൾക്കാർ മരണം അടഞ്ഞപ്പോഴാണ് യൂറോപ്യൻ യൂണിയനിലെ മുഴുവൻ രാജ്യങ്ങളും കൂടി ഒരു സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്, അല്ലെ? ഈ എമിഷൻ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കും ഒരു കണക്കും, അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾക്ക് വേറൊരു കണക്കുമാണ്. ഇനി പാസഞ്ചർ കാറിന് യൂണിറ്റ് ഗ്രാപ്പർ, ഈ യൂണിറ്റ് ആണ് നമ്മുടെ ലൈറ്റ് ബൈക്കുകൾക്ക് ഉപയോഗിക്കുക. ഇനി ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ ആ ചാർട്ട്. ഓക്കെ ആണോ? കൊണ്ടുവന്ന ഡേറ്റ് Euro 1, Euro 2 അത്രയും സ്റ്റേജുകളുണ്ട്. ഇത് ഡീസൽ എഞ്ചിനുകൾക്കാട്ടോ. ഇത് ഡീസൽ എഞ്ചിനുകൾക്കാണ്. ഇത്രയും ടേബിള് ഡീസൽ എഞ്ചിനുകൾക്കും ബാക്കി നോംസ് പെട്രോൾ എഞ്ചിനുമാണ്. ഓക്കെ ആണോ? അപ്പോ കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഈ അളവിൽ ആണ് ആദ്യം ഉണ്ടായിരുന്നത്, Euro 1 ഉണ്ടായിരുന്നത്. ഇപ്പൊ Euro 6 നോക്കി നോക്കൂ, അതിന്റെ അളവ് എത്രത്തോളം കുറച്ച് നോക്കി നോക്കൂ. ഉണ്ടല്ലേ? 0.5 ആക്കി. അപ്പൊ ഇത്രത്തോളം ഈ ടേബിളൊക്കെ ഏകദേശം എന്താണ്? സെയിം ആണ്. അവസാനത്തെ സെയിം ആണ്. ഈ 2 ടേബിൾ സെയിം ആണ്. ഈ ടേബിൾ സെയിം ആണ്. ഓക്കെ ആണോ? ഇനി പെട്രോൾ എഞ്ചിനിലാകുമ്പോ ഹൈഡ്രോ കാർബണിന്റെ അളവുകൾ സെയിം ആയിട്ടുള്ള കുറച്ച് ടേബിൾ ആണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കി നോക്കുക, ഒന്ന് റെഫർ ചെയ്യാം. ഇനി എൻഹാൻസ്ഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ, EEVയുടെ ഫുൾ ഫോം ചോദിക്കും. നമുക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾ നമ്മൾ എന്ത് വിളിക്കും? EEV എന്ന് വിളിക്കും. ഇനി ഭാരത് സ്റ്റേറ്റ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആർ എമിഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു റെഗുലേറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് പൊല്യൂട്ടൻ ഫ്രം ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എക്യുപ്മെന്റ് ഇൻക്ലൂഡിംഗ് മോട്ടോർ വെഹിക്കിൾ. നമ്മുടെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നുള്ള എയർ പൊല്യൂട്ടന്റിനെ ഒന്ന് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരത് സ്റ്റേജ് എമിഷൻസ് കൊണ്ടുവന്നു. ഓക്കെ ആണോ? ദി സ്റ്റാൻഡേർഡ്സ് ആർ ടൈംലൈൻ ഫോർ ഇംപ്ലിമെന്റേഷൻ സെറ്റ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റിന്റെ കീഴിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് എന്ത് ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ്സ് അത് നടപ്പാക്കുന്ന ടൈം ലൈൻ ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂറോപ്യൻ യൂണിയൻ റെഗുലേഷനിലെ ആസ്പദമാക്കിയിട്ടാണ്. ആൾ ന്യൂ വെഹിക്കിൾ മാനുഫാക്ചർഡ് ആഫ്റ്റർ ദി നമ്മൾ ഈ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ കൊണ്ടുവന്നതിന് ശേഷമുള്ള മുഴുവൻ പുതിയ വെഹിക്കിളും എന്ത് ചെയ്യണം? ഈ റെഗുലേഷനെ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അവർ ഫോളോ ചെയ്യണം. പുതിയ വാഹനങ്ങളിൽ ഈ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സും സെൻസേഴ്സും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. സിൻസ് ഒക്ടോബർ 2010 ഭാരത് സ്റ്റേജ് 3 നോംസ് ഹാവ് ബീൻ എൻഫോഴ്സ്ഡ് അക്രോസ് ദി കൺട്രി. രാജ്യത്ത് ഉടനീളം ഒക്ടോബർ 2010 എന്ത് ചെയ്തു? BS3 നിയമം കൊണ്ടുവന്നു. ഓക്കെ ആണോ? ഇനി ഇൻ 13 മെഗാസിറ്റി ഭാരത് സ്റ്റേജ് 4 എമിഷൻ ഹാവ് ബീൻ ഇൻ പ്ലേസ് സിൻസ് ഏപ്രിൽ 2010. ആ 2010 ഏപ്രിൽ മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? BS4 ഉണ്ടല്ലോ, രാജ്യത്തെ 13 പ്രധാന നഗരങ്ങളിൽ കൊണ്ടുവന്നു. നമുക്കറിയാം ഡൽഹി, ഹൈദരാബാദ് അങ്ങനത്തെ ട്രാഫിക് ഒരുപാടുള്ള ഇങ്ങനത്തെ
വായുവിന്റെ മലിനീകരണം ഒരുപാടുള്ള 13 മേജർ സിറ്റികളിൽ എന്ത് ചെയ്തു, ഭാരത് സ്റ്റേജ് 4 കൊണ്ടുവന്നു. ഓക്കെ ആണോ? എപ്പോ ഏപ്രിൽ 2010 തന്നെ. അതേ 2010 ഒക്ടോബറിൽ എന്ത് ചെയ്തുള്ളൂ, BS3 രാജ്യത്തുടനീളം നടപ്പാക്കിയിട്ടുള്ളൂ. ഇനി ഫേസിംഗ് ഔട്ട് ഓഫ് 2-stroke engine for 2-wheelers, the stoppage of production of Maruti 800 and introduction of electronic control vehicle have been due to regulation related to them. ഈ വെഹിക്കിൾ എമിഷൻ എല്ലാം ഈ റെഗുലേഷൻ കാരണം നമ്മൾ ഇത് മാരുതി 800ന്റെ പ്രൊഡക്ഷൻ നിർത്തി. പക്ഷേ പുതിയ ഇലക്ട്രോണിക് കൺട്രോൾ വെഹിക്കിൾസ് വന്നു, പുതിയ വാഹനങ്ങൾ വന്നു. ഇതെല്ലാം ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റുകളാണ്. ഇനി BS4ന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ കാണുന്നത്, ഒന്ന് റെഫർ ചെയ്യണം. ഇനി ഇത് നമ്മളെ ഇവാപറേറ്റീവ് എമിഷന്റെ ഫിഗർ നമ്മൾ വരച്ചതാണ്. കാറ്റലിറ്റിക് കൺവേർട്ടർ എന്താണെന്ന് പാസഞ്ചർ കാർസ് ആൻഡ് ലൈറ്റ് ട്രക്സ് ഹാവ് ബീൻ എക്വിപ്ഡ് വിത്ത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റലിറ്റിക് കൺവേർട്ടർ is located within the exhaust system and converts the converted harmful emission as നമുക്ക് നല്ലോണം വിഷാംശമുള്ള ഹൈഡ്രോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഇവയെ ഒരു കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെ ലെസ് ഹാംഫുൾ ആയിട്ടുള്ള വാട്ടർ വേപ്പർ, അതുപോലെ കാർബൺ ഡയോക്സൈഡ്, അതുപോലെ നൈട്രജൻ എന്താ നമ്മുടെ റിഡക്ഷൻ കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുക, നൈട്രജൻ എന്ത് ചെയ്യുക, നൈട്രജൻ ഓക്സൈഡുകളെ NOx-നെ നൈട്രജൻ ആക്കി മാറ്റുക അല്ലെ. പക്ഷെ ബാക്കിയുള്ളവ ഹൈഡ്രോ കാർബണ് വാട്ടർ വേപ്പറും H2O പ്ലസ് CO2 ഇല്ലേ, ഇതാക്കി മാറ്റാനും, അതുപോലെ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റാനും നമ്മൾ എന്ത് ചെയ്യും, ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. ഇത് എക്സോസ്റ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ വെക്കുക. ഇനി അൺബേൺഡ് ഹൈഡ്രോ കാർബൺ ആർ ഓക്സിഡൈസ്ഡ് ഇൻടു വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ആക്കി മാറ്റും. കാർബൺ മോണോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി കത്തിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റും. പക്ഷേ ഓക്സൈഡ്സ് ആർ കൺവേർട്ടഡ് ടു നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നൈട്രജന്റെ ഓക്സൈഡുകളെ നമ്മൾ റിഡക്ഷൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണോ? പിന്നെ ഇതാണ് ആ 3 കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. പ്ലാറ്റിനം, പലേഡിയം അതെന്താ ഓക്സിഡൈസിങ് കാറ്റലിസ്റ്റ് ആണ്. ഹൈഡ്രോ കാർബണും കാർബൺ മോണോക്സൈഡിനെയും വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടും, ഇതിനെ വാട്ടർ വേപ്പറും ഹൈഡ്രോ കാർബണെ കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറുമായിട്ടും H2O ആക്കി മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, പ്ലാറ്റിനം, പലേഡിയം ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ പേര് ഓക്സിഡൈസിങ് കാറ്റലിസ്റ്റ് ആണ്. കാരണം എന്താ, അതിനെ ഹൈഡ്രോ കാർബണെ നമ്മൾ ഓക്സിജനുമായിട്ട് കത്തിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ഇത് പ്ലാറ്റിനം, പലേഡിയം. ഓക്കെ ആണോ? അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡിനെ കത്തിക്കുന്ന, ഒരു ഓക്സിജനുമായിട്ട് കത്തിക്കുന്ന ആ കാറ്റലിസ്റ്റ് ആണ് എന്ത്, പ്ലാറ്റിനം, പലേഡിയം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓക്സിഡൈസിങ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു. പക്ഷേ റോഡിയം എന്ന് വിളിക്കുന്നത് എന്താ, നൈട്രജൻ ഓക്സൈഡുകളെ നൈട്രജൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓക്സിജൻ എടുത്ത് ഒഴിവാക്കണ്ടേ, അപ്പൊ റെഡ്യൂസിങ് കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ? നമ്മൾ അതിൽ എന്ത് ചെയ്യും, ECU ഒക്കെ ഉപയോഗിക്കും, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇതാണ് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ. ക്രാങ്കേസിൽ നിന്ന് എടുത്ത വാതകത്തിൽ നമ്മൾ എന്ത് ചെയ്യും, PCV വാൽവിന്റെ സഹായത്തോട് കൂടിയിട്ട് വീണ്ടും കത്തിക്കുന്നു.